വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇത് ഒരു ലോങ് വ്ളോഗ് കൂടി ഇടാമെന്ന് വിചാരിച്ചിട്ടോ. ഇനി മുതൽ ലോങ് ഷോർട്ട് അങ്ങനെ എക്സ്പെക്ട് ചെയ്തോളൂ കേട്ടോ. സോ ഇത് രാവിലെ നേരത്തെ ഒരു 6 o'clock എണിച്ചു. വെയിറ്റ് ലോസ് ജേണിയാണ്. മോർണിംഗ് വാക്ക് കഴിഞ്ഞു, കിച്ചൺ വർക്ക് കഴിഞ്ഞു, പിന്നെ ക്ലീനിങ് കഴിഞ്ഞു. കുറച്ചുകൂടി പെൻഡിങ് ഉണ്ട് കേട്ടോ ക്ലീനിങ്. ഇനി ഇത് ടോഗോനെ കൊണ്ട് നടത്തിക്കാമെന്ന് വിചാരിച്ചാൽ കേട്ടോ. ഒറ്റയ്ക്ക് അത് ഇത്തിരി വെയിറ്റ് പിറ്റ്ബുള്ളായതുകൊണ്ട് വെയിറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പോയി നടത്താൻ കിട്ടില്ല. റിക്കിയുടെ സൈസ് ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയ ടെൻഷൻ ഉണ്ട്, എങ്ങനെ ഓടിപ്പോകുമെന്ന് പറഞ്ഞ് പേടിച്ചിട്ട്. അതുകൊണ്ട് അച്ഛൻ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇവിടെ ഇന്ന് കാലത്ത് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അതിൻ്റെ ഒരു ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഇത്തിരി വെയിൽ കുറച്ച് കുറവുണ്ട് കേട്ടോ. ഇവിടെ ഈ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഷെയ്ഡ് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ റബ്ബർ മരം ഉള്ളതുകൊണ്ട് ഇങ്ങോട്ടും കുറച്ച് ഷെയ്ഡ് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ പക്ഷെ ചൂട് എന്ന് പറയുന്നത് തീരെ സഹിക്കാൻ പറ്റില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാലൻസ് വ്ളോഗ് കൂടി ഷൂട്ട് ചെയ്യാവേ. മൈക്ക് കൂടി ഒന്ന് വെക്കണം കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം വരാം കേട്ടോ. ഫ്രഷായി വന്നു കേട്ടോ. ഇനി കുറച്ച് പെൻഡിങ് വർക്കുകൾ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ. ഇനി ഫുഡ് കഴിക്കണം. ഫുഡിന് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ചോറും പിന്നെ കുമ്പളങ്ങ സാമ്പാറും മോരും കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം കേട്ടോ. ബാലൻസ് വ്ളോഗ് കൂടെ ഷൂട്ട് ചെയ്യാം. ഇത് ഞാൻ ടോഗോടെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അവൻ നല്ല ഉറക്കം കേട്ടോ. മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഉറക്കത്തിലാണ്. അവൻ റെസ്റ്റ് എടുക്കട്ടെ. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്. പക്ഷെ ഞാൻ ഒന്ന് ക്ലൈമറ്റ് ഒന്ന് നോക്കട്ടെ, അതിന് ശേഷം ഞാൻ ബുക്ക് തുറക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അതുവരെ ഓഡിയോ ക്ലാസ്സസ് ഫോണിൽ മാത്രമായിട്ട് നോക്കുകയുള്ളൂ. ഇത് ഞാൻ വീണ്ടും കിച്ചണിലോട്ട് എത്തിയിട്ടോ. കിച്ചണിൽ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് രാവിലെ ഷൂട്ട് ചെയ്ത് ബോറടിപ്പിക്കട്ടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുക്കാതിരുന്നത് കേട്ടോ. കിച്ചണിൽ കയറണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ കുറച്ചുകൂടി പെൻഡിങ് വർക്ക് ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒന്ന് ജസ്റ്റ് തുണി വെച്ചിട്ട് എല്ലാവരുടെയും ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കുറച്ച് ലൈം ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊന്ന് ഫ്രിഡ്ജിലോട്ട് തണുക്കാനായിട്ട് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് പ്ലേറ്റ്സ് ഒക്കെ വാഷ് ചെയ്യാനുണ്ട്. അതെല്ലാം ഒന്ന് ജസ്റ്റ് ഈ ടാപ്പ് ഇത്തിരി അഡ്ജസ്റ്റബിൾ ആട്ടോ. പക്ഷെ ഒന്ന് സൂക്ഷിച്ചൊക്കെ പിടിക്കണം. ഞാനിതൊന്ന് വാഷ് ചെയ്യട്ടെ. പിന്നെ നിങ്ങൾ ഇങ്ങനെ കുക്കിംഗ് വീഡിയോസും ക്ലീനിങ് വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്തില്ലേ, ഞാൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കാതെ നോർമലായിട്ട് നന്നായി ക്യാമറയൊക്കെ പിടിക്കുന്നവരുണ്ടാവില്ല. അതായത് ക്യാമറ പിടിച്ച് ചെയ്യുന്ന കുറച്ച് വലിയ സ്റ്റാൻഡൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് ASMR പോലെ ചെയ്യാം കേട്ടോ. അതായത് ഇത് കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാനായിട്ട് എല്ലാവർക്കും തോന്നും കേട്ടോ. അതായത് നമ്മളധികം സംസാരിച്ചില്ലെങ്കിൽ, ഇപ്പം ഞാൻ സംസാരിക്കുന്ന പോലെ ഇപ്പം നിങ്ങളാരും സംസാരിച്ചില്ലെങ്കിലും ഇഷ്യൂ ഇല്ല. ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ മാത്രം മതി. അതായത് ഇങ്ങനെ ഓരോന്നിങ്ങനെ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നു, ഇങ്ങനെ കുക്കിംഗ് ചെയ്യുന്നു, പിന്നെ അതുപോലെ ക്ലീനിങ് ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് നോർമലി നമ്മുടെ മൈൻഡിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതായത് സാറ്റിസ്ഫാക്ഷൻ വീഡിയോസ് ഉണ്ടാവില്ല നമുക്കിങ്ങനെ ASMR പോലെയുള്ളത്, അങ്ങനത്തെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ പോലത്തെ അങ്ങനത്തെയൊക്കെ പോലെ എടുക്കാൻ പറ്റുന്നതായിട്ട് അങ്ങനെ എടുത്തോളൂ കേട്ടോ. സോ ഇതെല്ലാം ക്ലീൻ ആക്കട്ടെ കേട്ടോ. ചിരിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്യുക കേട്ടോ. ഞാൻ ആരുടെയൊക്കെ വീഡിയോ ഇങ്ങനെ ചിരിച്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. പക്ഷേ അവർ നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ ഇട്ടിട്ട് ചെയ്യുന്നുണ്ടായിരുന്നേ. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്തോളൂ കേട്ടോ. അതൊക്കെ നല്ല അടിപൊളിയായിരിക്കും. നമ്മുടെ കോണ്ടന്റ് ക്രിയേഷൻ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ആണ് ആക്ച്വലി ഈ ഡ്രസ്സും. അതുപോലെ തന്നെ ഒരു മാർക്കറ്റിംഗ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. നല്ല ഡ്രസ്സസ് യൂസ് ചെയ്യണവർ യൂസ് ചെയ്തോളൂ. അതുപോലെ തന്നെ നല്ല നല്ല പ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നവർ യൂസ് ചെയ്തോളൂ. ഞാനിപ്പോൾ തൽക്കാലം സ്റ്റീലിൻ്റെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണ്ടി ആണെങ്കിൽ മാത്രം, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രം 1-2 പ്ലേറ്റ്സ് ഒക്കെ ഞാൻ മേടിക്കാം. പിന്നെ ഇത് ക്ലീൻ ആക്കട്ടെ. ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും. പിന്നെ എന്താ പറയുന്നത് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. ഇത് വലിയൊരു കലമുണ്ട്, അതൊന്ന് കഴുകണം. ഇന്നലെ വെച്ച ചോറാണേ. ഇന്നലെ ഇൻഡക്ഷനിലാട്ടോ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നലെ ഇൻഡക്ഷനിൽ കുറച്ച് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇത് ഇന്നാണ് വാഷ് ചെയ്യുന്നത് കേട്ടോ. എല്ലാം കൂടി വാഷ് ചെയ്തിടുക. TV ഇവിടെ പോയിക്കിട്ടിരിക്കുകയാണ്. ഫേവറേറ്റ് ഷോസ് എല്ലാം TV-യിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് ചാനൽസിൽ സിനിമകളായിട്ട് അതെല്ലാം പോയി. TV-യുടെ പണി തീർന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അതിൽ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ ഫോൺ തന്നെ കാണാം. എനിക്ക് സിനിമ കാണണമെന്നുണ്ട്. അപ്പോൾ ഫോൺ തന്നെ വഴിയുള്ളൂ കേട്ടോ.
നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോൾ നന്നായി എൻജോയ് ചെയ്ത് ചെയ്യണം എന്നല്ലേ പറയാം. ഇപ്പൊ ഞാനിത് ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു മൂവിയിലെ സീനാണ് ഓർമ്മ വന്നത്. ഏതോ ഒരു മൂവിയിൽ ഒരു പയ്യൻ ഇങ്ങനെ ഇഷ്ടമില്ലാത്ത ജോലി മ്യൂസിക്കൊക്കെ ചെവിയിൽ വെച്ചിട്ട് അങ്ങനെയാണ് അത് മ്യൂസിക് ചെവിയിൽ വെച്ചിട്ട് നല്ലപോലെ ഡാൻസ് ഒക്കെ ചെയ്തിട്ട് ഇഷ്ടത്തോടെ ചെയ്യും. പക്ഷെ എനിക്ക് പാത്രം കഴുകുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ, ഭയങ്കര ഇഷ്ടം, നല്ല രസമാണ് പാത്രം കഴുകുക. അതൊരു സാറ്റിസ്ഫാക്ഷൻ ലെവലാണ്. ഇങ്ങനെ ഉരച്ചൊക്കെ ചെയ്യില്ല. അപ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ അതിന്. നമ്മുടെ ഫ്രസ്ട്രേഷൻ, സ്ട്രെസ് ഇതൊക്കെ മാറി കുറച്ച് അടുക്കളയിൽ പാത്രങ്ങളൊക്കെ എടുത്ത് ഇനി നന്നായിട്ട് കഴുകിയാൽ മതി കേട്ടോ. ഇതൊരു എക്സസൈസിന്റെ ഭാഗമായിട്ട് മാത്രം കാണുക കേട്ടോ. നമ്മൾ കിച്ചണിൽ ചെയ്യുന്ന വർക്കെല്ലാം എക്സസൈസിന്റെ ഭാഗമായിട്ട് മാത്രം കാണുക കേട്ടോ. എല്ലാം സോപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി സോപ്പ് എല്ലാത്തിലും അപ്ലൈ ചെയ്തു. ഇനി നമ്മളെല്ലാം ഫൈനൽ വാഷിലോട്ട് പോകട്ടെ. എല്ലാം ഒന്ന് ക്ലീൻ ആക്കി വിടുവാണ്. അതെ, കൈയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സോപ്പ് പോകാൻ വേണ്ടി വാഷ് ചെയ്ത് വിടും. എനിക്ക് എന്താണെന്ന് അറിയാം, ഇങ്ങനെ ഒരു ഇടയ്ക്ക് ഇങ്ങനെ പാത്രം കഴുകുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ വാഷ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലം ആണോ എന്തോന്ന് അറിയില്ല, ഇങ്ങനെ വാഷ് ചെയ്യുന്ന കുറച്ച് ഇതുണ്ട് കേട്ടോ. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് മാക്ബത്ത് ആട്ടോ ഓർമ്മ വന്നു. മാക്ബത്തിൻ്റെ അതിനൊരു ഭ്രാന്ത് പിടിച്ച സാധനം മാക്ബത്ത്. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു പറയും. എന്ന് വെച്ചാൽ ഞാൻ മാക്ബത്താണെന്നല്ല കേട്ടോ, സോറി. നന്നായി വാഷ് ചെയ്യാം കേട്ടോ. ഷടപടയിൽ വാഷ് ചെയ്യാം. നമ്മൾ വെള്ളം പോവാൻ വേണ്ടിയിട്ടാണ് പാത്രം ഇങ്ങനെ പുറത്തോട്ട് വെക്കുന്നത്. പിന്നെ അതെ ഒരു തുണി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം, ഈ വൈപ്പർ വെച്ചിട്ട് നമ്മൾ ഹോട്ടൽസിലൊക്കെ കണ്ടിട്ടില്ലേ, വൈപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉള്ളിലോട്ട് സിങ്കിന്റെ ഉള്ളിലോട്ട് വെള്ളമാക്കി വിടുക കേട്ടോ. അപ്പൊ നമുക്കത് കുറച്ച് ക്ലീൻ ആയിട്ട് ഈ ഔട്ടർ പോർഷൻ കിടക്കുവേ. ഇനി ആ ക്ലോത്ത് കൂടി ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് അയയിൽ തൂക്കിയിട്ടുണ്ട്. നിങ്ങളുടെ അവിടെ അതിന് എന്താ പറയാന്ന് എനിക്കറിയില്ല. ബട്ട് ഞങ്ങളവിടെ പാലക്കാട് അവിടെയൊക്കെ വടക്കഞ്ചേരിയൊക്കെ അയാന്ന് കേട്ടോ ഇതിനെ പറയാ. ഇങ്ങനെയെല്ലാം വെച്ചു. അടുത്ത് ഞാൻ ഇങ്ങനെ ഡൈനിങ് ടേബിളിലോട്ടൊന്ന് പോട്ടെ. ഇത് ക്ലീൻ ആക്കിയെല്ലാം കഴിഞ്ഞു. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഇത് കുറച്ച് നേരത്തേക്ക് ഒരു റീഡിങ് സെഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. റീഡിങ് സെഷൻ ഇൻ ദ സെൻസ് കുറച്ച് ബുക്കിൽ കഥകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അത് വായിച്ചു കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യാനുള്ളത്, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയില്ല, പഠിക്കാനുള്ളത് നോക്കും, പിന്നെ ഏതെങ്കിലും ഒരു മൂവി കാണണം ഫോണിൽ. അപ്പോൾ എന്തായാലും എൻ്റെ മോർണിംഗ് വ്ളോഗ് കുറച്ച് ടൈം എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അത് ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇപ്പോൾ ഒന്ന് മോർണിംഗ് വ്ളോഗ് ഒന്ന് എൻഡ് ചെയ്യണം. ഇതിൻ്റെ ഈവനിങ് വ്ളോഗായിട്ട് ആഫ്റ്റർനൂൺ വ്ളോഗായിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഫോളോ ചെയ്യൂ കേട്ടോ. താങ്ക് യു.